വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാളെയുടെ ലോകത്ത് വിചാരണയൊക്കെ എളുപ്പമാക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ യസ്സിർ ലനാ ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹാസിബിനാ ഹിസാബൻ യസീറ. പടച്ചതമ്പുരാനെ, ഒരു ചെറിയ ലഘുവായ വിചാരണ നൽകി ഞങ്ങൾക്ക് നീ വിചാരണ എളുപ്പമാക്കി തരണേ എന്ന് പ്രവാചകൻ സുധാരിച്ചിട്ടും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതാണ്. ഇത് കേട്ട ആയിഷ ഈ പ്രവാചകനോട് ചോദിക്കുന്നത്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് ഈ ലഘുവായ ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമയത്ത് പ്രവാചകൻ പറയുന്നത്, അത് ചിലതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണടക്കലാണ് എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സാധാരണ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ദീനിലായി ജീവിക്കുവാനും ജനിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ ആ ദീനിൻ്റെ കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് നിർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഭൗതികമായ പല താല്പര്യങ്ങൾക്കുമാണ് നമ്മൾ അതിലേറെ പ്രാധാന്യം നൽകുന്നത് എന്നതൊരു സത്യമാണ്. അത് അപകടകരമായ പോക്കാണ് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലവരും ഉണർത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എല്ലാ ആയത്തുകളും പരിശുദ്ധ ഖുർആനുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി ഓരോ ദിനങ്ങളും, ഇന്നിപ്പോൾ നമ്മൾ എഴുന്നേറ്റവരാണ്. അല്ലാഹുമ്മ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹി നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റവരാണ് നമ്മൾ. നാളെ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാം കൃത്യമായി വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ നമ്മൾ മുന്നോട്ട് വരാൻ ഇത് ഒരു കാരണമാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങളിൽ ഏറ്റവും വലുതാണ് നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന അനാസ്ഥ, അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ SIR രൂപത്തിലൊക്കെ നാളെ നമ്മൾ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നിരന്തരമായി അള്ളാഹുവിലേക്ക് നമ്മുടെ കൈകൾ ഉയരുകയും നമ്മളെ പരീക്ഷിക്കേണ്ടതില്ല എന്ന് റബ്ബിന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ അള്ളാഹു തന്നെ തീരുമാനിച്ച് ഇവിടെയുള്ള പ്രയാസങ്ങൾ മാറിപ്പോകുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും മതം ഇതിന്റെ മുമ്പിൽ വെക്കുന്നില്ല എന്നതാണ് സത്യം. ഞാൻ ഇന്നലെ വരെ എങ്ങനെയാണോ ജീവിച്ചത് അതിൽ നിന്നും കുറച്ചുകൂടി നന്നായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് റബ്ബിന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു മാറ്റത്തിന്റെ വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും ഈ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി തീരേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്താണ് നമ്മുടെ നമസ്കാരത്തിൻ്റെയൊക്കെ അവസ്ഥ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദ് ഫലാ യസ്തതിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാളെയുടെ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മുടെ മുമ്പിൽ ആയത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയ നമ്മൾ നാളെയുടെ ലോകത്ത് ഇങ്ങനെ വിരൽ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നാളെ അവരെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വിളിക്കുമെന്നാണ്. പക്ഷെ അവർക്ക് സുജൂദ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. അവർ ആകെ നിന്ദ്യരായി തല താഴ്ത്തി പേടിച്ച് വിനയാന്യതരായി നിൽക്കും ആ സമയത്ത്. വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദ് വഹും സാലിമൂൻ. എന്തുകൊണ്ടാണ് അവർക്ക് അല്ലാഹു വിളിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യാൻ സാധിക്കാത്തത് എന്നതിന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർക്ക് യാതൊരു കുഴപ്പവുമില്ലാത്ത സമയത്ത്, ദുനിയാവിൽ അവർക്ക് ആരോഗ്യത്തിന് പ്രയാസമില്ലാത്ത സമയത്ത്, അവർക്ക് വരാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ഈ ഹയ്യാല സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പള്ളികളിൽ നിന്ന് അവരുടെ കർണപുടങ്ങളിലേക്ക് അള്ളാഹുവിന്റെ വിജയത്തിന്റെ വിളിയെത്തിയപ്പോഴും അതിന് ചെവി കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നാളെയുടെ ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാൻ അവരുടെ നട്ടെല്ല് വളയുകയില്ല എന്ന് അള്ളാഹുവിന്റെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ കാണിക്കുന്ന ഉദാസീനത, നമ്മൾ കാണിക്കുന്ന അലംഭാവം ഈ വിഷയത്തിൽ എത്രയാണ് എന്നത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത് വത്തബഉശ് ശഹവാത്ത്. ഒരുപാട് ആളുകൾ, അല്ലാഹു പറയാണ്, ഒരുപാട് സമൂഹങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. അതിനുശേഷം പിന്നീട് ഒരു ടീം വന്നു, നമ്മളെ കുറിച്ചാണോ തോന്നിപ്പോകും.
അവർ നമസ്കാര വിഷയങ്ങൾ ശ്രദ്ധിച്ചേയില്ല, അതവർ പാഴാക്കി കളഞ്ഞു. അവർ അവരുടെ ചിന്തകളുടെയും ഇച്ഛകളുടെയും ഇഷ്ടങ്ങളുടെയും പിന്നാലെ പോയി. ഫസൗഫ യൽഖൗന ഹയ്യ. അതുകൊണ്ട് അവർക്കുള്ള ആ ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തുൽ മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുന്നത് സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചാണ്. നാളെയുടെ ലോകത്ത് ആദ്യ വിചാരണ നടക്കുന്നത് ഇതിനെ സംബന്ധിച്ചാണ് എന്നും ഇത് നിർവഹിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് എന്നും നമുക്ക് അറിയാത്തവരല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനും അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത് ആയിഷ ബീവി പറയുന്നുണ്ട്, ലമ്മാ സഖുല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഷ്തദ്ദ ബിഹി വജ്അഹു. അള്ളാഹുവിന്റെ പ്രവാചകന് മരണത്തിന്റെ വേദന അതല്ലെങ്കിൽ ആ പ്രയാസങ്ങൾ കഠിനമായ സമയത്ത് ഇസ്തഅദന അസ്വാജുഹു അയ്യുമർരിള ഫീ ബൈതി, എൻ്റെ വീട്ടിൽ താമസിക്കുവാൻ മറ്റ് ഭാര്യമാരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിക്കുന്നുണ്ട്. ഫഅദിന ലഹു, അങ്ങനെ എല്ലാവരും അവർക്ക് അനുമതി നൽകി. ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന റജുലൈനി തഖുത്ത റിജ്ലാഹു ഫിൽ അർള്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് പോലും രണ്ടാളുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി നടന്നെടുക്കുമായിരുന്നു. പ്രവാചകന്റെ കാലുകൾ വലിച്ചിഴച്ച പാടുകൾ ആ മണലാരണ്യങ്ങളിൽ കാണാനുമായിരുന്നു എന്ന് മഹതിയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന സഹോദരന്മാരെ ഞാനും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഒരു പരീക്ഷണം തീരുമാനിച്ചാൽ പുതിയ ലിസ്റ്റിന്റെ രൂപത്തിലോ അതല്ലെങ്കിൽ അതിലുള്ള പൊരുത്തക്കേടുകളുടെ രൂപത്തിലുമൊക്കെ അങ്ങനെയുള്ള മിസ്മാച്ചുകളായ ആളുകൾക്ക് മുഴുവൻ നോട്ടീസ് വരാൻ പോവുകയാണ് എന്നതാണ് അതിൻ്റെ പുതിയ അപ്ഡേഷനായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, റബ്ബ് നമുക്കൊരു പരീക്ഷണം തീരുമാനിച്ചാൽ അത് മാറ്റണമെങ്കിൽ ആ റബ്ബിലേക്ക് ഉയരുകയും ആ റബ്ബിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മളിൽ നിന്നുണ്ടാകുക എന്നതല്ലാതെ ആ റബ്ബിന്റെ പരീക്ഷണം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് 2026 കടന്നെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് കൃത്യമായി ഉത്തരം നൽകുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ അതിന് ശ്രമിക്കും എന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ എടുത്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുവാൻ. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലസ് സഫിൽ അവ്വൽ. നാളെയുടെ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളാണ്, തിന്മകളാണ്. ആ തിന്മകൾ മുഴുവൻ പൊറുക്കപ്പെടുക എന്നതാണ് നാളെയുടെ ലോകത്ത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പിൽ തടസ്സമായി നമ്മുടെ മുമ്പിലുള്ളത്. അത് ആ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുവാൻ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മെഹ്റാജ് രാവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചില ടീമിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയാണ്. അവർ കല്ലെടുത്തുകൊണ്ട് അവരുടെ തലകൾ എറിഞ്ഞുടക്കുകയാണ് മലക്കുകൾ. ആ കല്ലുകൾ എടുത്തുകൊണ്ട് വീണ്ടും അവരുടെ തലകൾ എറിഞ്ഞുടക്കുന്ന സമയത്ത് ബേജാറായി ഭയചകിതനായി പ്രവാചകൻ ചോദിക്കുന്നത്, ആരാണിവർ? ഈ തലകൾ ഇങ്ങനെ എറിഞ്ഞുടക്കാൻ മാത്രം ഇവരെന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകനോട് കൊടുക്കുന്ന മറുപടി, ആ ഉലഇ തസാഖലത് റൂസഹും അല സ്വലാത്തിൽ മക്തൂബ. നിർബന്ധ നമസ്കാരങ്ങളെ സംബന്ധിച്ച് അവരുടെ തലകൾ അല്ലാഹുവിന്റെ മുമ്പിൽ കുനിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്ന, തലക്കനമുണ്ടായിരുന്ന ആളുകളെയാണ് അങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരൻ സൂചിപ്പിക്കുന്നത്, അത്രമേൽ പഠിപ്പിക്കപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളെ 5 നേരവും അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി റബ്ബ് സമ്മാനമായി നൽകിയ ഈ നമസ്കാരം ജീവിതത്തോട് കൃത്യമായി ചേർത്ത് നിർത്തുന്നിടത്ത് പലപ്പോഴും ഒരു കാരണവുമില്ലാതെയും നമ്മൾ അലംഭാവം കാണിക്കുന്നതിന് നമ്മുടെ പള്ളികളൊക്കെ സാക്ഷിയാണ്. അത് മാറണമെന്നതാണ് ഈ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ചില നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ വർഷത്തിൽ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സ്വലാത്തിൽ ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ബിലാൽ റളിയല്ലാഹു പറയുകയാണ്, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതുഹു ഫിൽ ഇസ്ലാം. എനിക്കൊരു കാര്യം പറഞ്ഞു തരണം ബിലാൽ, നീ എന്താണ് ഇസ്ലാമിൽ ഏറ്റവും പ്രിയപ്പെട്ട അമലായിട്ട് നീ ജീവിതത്തിൽ തുടർന്നു പോരുന്നത് എന്താണ്? കാരണം സ്വർഗത്തിൽ
എൻ്റെ മുമ്പിൽ നിന്റെ കാലിൻ്റെ അല്ലെങ്കിൽ നിന്റെ ചെരുപ്പിൻ്റെ ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്ത് അമലാണ് നീ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, കാലമ അമിൽതു അമലൻ അർജ ഇൻദി ഇന്നി ലം അതതഖർ തുഹൂറൻ ഫി സഅതി ലൈലിൻ ഔ നഹാർ. ഞാൻ പകലാവട്ടെ രാത്രിയാവട്ടെ പകലാവട്ടെ ഒളു എടുത്തു കഴിഞ്ഞാൽ ഞാൻ 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാറുണ്ട് എന്ന് പ്രവാചകനോട് മറുപടി പറയുന്നതായി നമസ്കാരത്തെ സംബന്ധിച്ച് മറുപടി പറയാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മറ്റൊരു സഹാബി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്താണ് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചത് മുറാഫഖതക ഫിൽ ജന്ന, അള്ളാഹുവിന്റെ പ്രവാചകൻ, നാളെയുടെ ലോകത്ത് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കുവാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്, അതിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രവാചകൻ ചോദിച്ചത് വേറെന്തും ചോദിക്കാനില്ലേ? ഇല്ല, എനിക്കത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അക്സിർ അസ്സുജൂദ, നീ എന്നെ സഹായിക്കണം, സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അത് വായിക്കുവാനും പഠിക്കുവാനും നമ്മൾ മുന്നോട്ട് വരികയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മളത് താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരികയും ചെയ്യേണ്ടതുണ്ട്. മാ സലക്കക്കും ഫി സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ. എന്തുകൊണ്ടാണ് ഈ സഖർ എന്ന് പറയുന്ന ഈ നരകത്തിൽ നിങ്ങൾ പ്രവേശിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ മറുപടി പറയുന്നത് ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരത്തിന്റെ വിഷയം അത്ര ശ്രദ്ധിക്കുന്നവരായിരുന്നില്ല എന്നതാണ്. സഹോദരന്മാരെ, സൂചിപ്പിക്കുന്നത് ഒരു പുതിയ വർഷത്തെ കൂടി നമുക്ക് അള്ളാഹു അവസരം നൽകുകയാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട കർമ്മമായ ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുമെന്ന ചില നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ വർഷത്തെ വരവേൽക്കുവാനും നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് നാളെയുടെ ലോകത്തെ വിജയിക്കുവാനുള്ള ഏക വഴിയായി മതം പഠിപ്പിക്കുന്നതാണ്. അതിൽ അലംഭാവം കാണിക്കരുതേ എന്നതാണ് ഈ ഖുതുബയുടെ മെസ്സേജായി നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ മഹല്ലിലെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ വീടുകളിലേക്കും മെമ്പർഷിപ്പിന്റെ ഫോറം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം വീടുകളിൽ 106